ചോറിന് കഴിക്കുമ്പോൾ മീൻ കൂട്ടാൻ വേണം, മീൻ കൂട്ടാൻ റെഡിയാണ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ബീഫ് കഴിക്കാം ചോറിൻ്റെ കൂടെ, അതും റെഡിയാണ്. നല്ല ചോറും ഇവിടെ കിട്ടും. പിന്നെ പ്രത്യേകം ഞായറാഴ്ചയാണ്, നല്ല പാലട പായസം ഇവിടെ കിട്ടും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ആറ്റശ്ശേരിയുള്ള എരിവും പുളി എന്ന് പറയുന്ന ഒരു അടിപൊളി ഹോട്ടലിലാണ്. സോ നമുക്കറിയാം ഈ കുട്ടനാടൻ സ്റ്റൈലിൽ കിട്ടുന്ന കറികളുണ്ട്, ഞണ്ട്, മുയൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വെറൈറ്റി ഫുഡുകളുള്ളൊരു ഹോട്ടലാണ്. സോ ഇന്ന് നമുക്ക് എന്തായാലും ഇന്നത്തെ അവിടുത്തെ അടുക്കളയിലെ പുതിയ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടെ എരിവും പുളിയിലുള്ള ഭക്ഷണശാലയിൽ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം മാനിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഫുഡ് കൊടുക്കുന്നത്. ഇതെന്താണ് ചേട്ടാ? ഇത് താറാവ്. ഓ, റെസിപ്പി എന്താണ്? റെസിപ്പി അത് ഫുള്ള് പറഞ്ഞു തരില്ല, കുറച്ച് പറയാം. ഒന്നുമില്ല, ഒന്നുമില്ല. അതെ, ഇരിക്കുന്നുണ്ടോ മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകപ്പൊടി, ചെറിയ ജീരകം, ഉലുവ, പിന്നെ തേങ്ങ കൊത്തെടു, ചെറിയ ഉള്ളി. വെറുതെ ഒന്നും ഒരു അല്ല, ഇത് അതെ മിക്സിങ് പറഞ്ഞാൽ ഇത്രയാണ്. ഇത് മിക്സ് ചെയ്തിട്ടാണ്, വേറൊന്നും അതിൽ ചേർക്കുന്ന ഒന്നുമില്ല. വിഭാഗം അത് ചേട്ടൻ പറഞ്ഞില്ല, അത് എരിവും പുളിയുടെ ഒരു പ്രത്യേക ഒരു സീക്രട്ടാണ് അല്ലേ? ഇതാണ് താറാവ്. താറാവിൻ്റെ ഏറ്റവും ഞാൻ പറയാം, നമ്മൾ ഈ കുരുമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, കുരുമുളകിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഈ താറാവ് കറി കഴിച്ചപ്പോഴാണ് എനിക്ക് താറാവിൻ്റെ ഈ മസാല കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഈ താറാവ് അല്ലാതെ നമ്മൾ മെയിനായിട്ട് പിന്നെ വേറെ ഏതൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ചെയ്യുന്നത്? പൊറോട്ട, പത്തിരി, വെള്ളപ്പം, പുട്ട്, ഇഡലി, ദോശ, ചപ്പാത്തി, ബിരിയാണിയൊക്കെ അത് അവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ബിരിയാണി, പൊറോട്ട, പുട്ട്, പിന്നെ അപ്പം, ദോശ, വെള്ളപ്പം, നൂൽപുട്ട് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് എടുത്ത് പറയാനുള്ളൊരു സംഭവം. നമുക്കറിയാം, ഏറ്റവും ഇപ്പോൾ ആളുകളെല്ലാവരും ഇപ്പോൾ ഈ 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകും, പക്ഷേ ഈ ഒരു ടേസ്റ്റ് അത് ഇത്തരത്തിലുള്ള കടകളിൽ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടും. നമുക്കിതിൻ്റെ ഉണ്ടാക്കുന്ന ആ രീതി കൊണ്ടുപോലും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കേരളം മുഴുവൻ ഇപ്പം അങ്ങനെ എരിവും പുളിയും ജനങ്ങൾക്ക് സമ്മാനിച്ച പാവട്ടനെ കണ്ടുകൊണ്ടിരിക്കണം. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതിൽ യാതൊരു കൃത്രിമവുമില്ല. പിന്നെ എനിക്കിത് ആരും പഠിപ്പിച്ചു തന്നതല്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ, എൻ്റെ അച്ഛൻ ചെറിയൊരു പാചകക്കാരനായിരുന്നു. ആ ഒരു കൈപ്പുണ്യം കിട്ടിയിട്ടാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. യൂത്ത് ആൻഡ് യങ് ആൻഡ് വൈബ്രൻറ്റ് ഒരാൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണ്ട, വേറെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് വേണമെങ്കിൽ പോവാം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം, അത് വ്യത്യസ്തമായിട്ട് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചത് പിന്നെ ഷാപ്പിലെ കറി, അതിൽ ചെറിയൊരു ഷാപ്പിലോട് ഒതുങ്ങിക്കുന്ന ചെറിയൊരു റൂമിലാണ് തുടങ്ങിയത്. അപ്പോൾ അത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ അങ്ങനെ നല്ലൊരു വിജയത്തിലേക്ക് അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോഴത്തെ റൂമിലും കൂടി അത് ആളുകളുടെ അഭിപ്രായം വന്നു, ഒന്നുകൂടി വിപുലീകരിക്കണം, അത് നന്നായിരിക്കുന്നൊരു നല്ലൊരു അഭിപ്രായം വന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്തു. ആ ഒരു അവരുടെ നല്ല വാക്കുകൾ കേട്ടിട്ട് ചെയ്തത് എനിക്ക് വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഒരു ഇപ്പോൾ നിങ്ങളിവിടെ വന്ന് ഇതിന് മുമ്പ് റിപ്പോർട്ടർ ചാനൽ വന്നിരുന്നു, നിങ്ങളിപ്പോൾ വന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടാണല്ലോ മറ്റുണ്ടാവുക. അപ്പോൾ ആ ഒരു അതത്ര അർഹിക്കണുള്ളൂ. നമ്മൾ ഒരുപാട് കുക്കറി ചെയ്യുന്നുണ്ട്, പക്ഷേ പിന്നീട് സംഭവം നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ടത് ആദ്യം എരിവും പുളി എന്ന് പറഞ്ഞ് കോട്ടപ്പുറം ആറ്റശ്ശേരിയിൽ ഒരു ഷോപ്പുണ്ട്, അവിടെ ഒന്ന് കയറി നോക്ക്. നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിച്ച ശേഷം അവിടെ പരിപാടി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം അത്രയേറെ ടേസ്റ്റി ഫുഡാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. നമ്മളിങ്ങനെ കറികളിലേക്ക്, ഇതെന്താ കറി ചേട്ടാ? ആടുതല.
ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വിഭവത്തിൻ്റെ മുന്നിൽ ഒറ്റയ്ക്കിരിക്കുന്നത്. നിങ്ങൾ വൈഡ് വിഷയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയേറെ വിഭവസമൃദ്ധമായ ഭക്ഷണം, ഇതിലേത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. നമുക്ക് ആദ്യം നൂൽപുട്ടെന്ന് നോക്കാം. അടിപൊളി നൈസ് നമ്മുടെ കേരളീയ ഭക്ഷണം കൂടിയാണ്. കേരള ഭക്ഷണം പൊറോട്ട ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് മീൻ മുളകിട്ടതാണ്. മുളകിട്ട് കുറച്ച് കഴിച്ചതാണ്. ഇത് ബീഫുണ്ട്, ചിക്കനുണ്ട്, കാട പൊരിച്ചതും, അതുപോലെ തന്നെ ഇത് ഒരു പ്രത്യേക മീനാണ്. അതുപോലെ ഇവിടെ നിന്ന് കൊണ്ട് തുടങ്ങാം. ഒന്നും പറയാനില്ല, മീൻ മുളകിട്ട സംഭവമാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നൂൽപുട്ടെന്നൊക്കെ പറയുന്നത് വളരെ നൈസായിട്ട് അത്രയും നൈസാണ് സംഭവങ്ങൾ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇത് കാണുന്നത് നിങ്ങളൊക്കെ വായിൽ വെള്ളം വരുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വായിലിങ്ങനെ കപ്പലൊടിക്കാതെ വെള്ളം ആക്കണ്ട. ഇവിടെ വളരെ അടുത്താണ് നമ്മളെ ഈ ഒരു ഷോപ്പുള്ളത്. കരിമ്പുഴ ആറ്റാശ്ശേരിക്കടുത്ത് എരിവും പുളി എന്ന് പറയുന്ന ഭക്ഷണശാല. വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. എന്തായാലും നൂൽപുട്ട് കുഴപ്പമില്ല, അടിപൊളി. ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണം പൊറാട്ട എങ്ങനെയുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ ചന്ദ്രേട്ടനാണ് പൊറാട്ട ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് മീൻ കുറച്ച് വെറൈറ്റി മീൻ ഡിഷുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു നിറം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഇതിന് കൂടുതൽ ബീഫ് എടുക്കും. നല്ല ചൂട് പൊറാട്ട കേട്ടോ, അടിപൊളി പൊറാട്ട. നല്ല സ്മൂത്തായിട്ട് നല്ല ചൂട് പൊറാട്ടയാണ്. ഭക്ഷണം ശരിക്കും നമ്മൾ ആസ്വദിച്ച് കഴിക്കണം. അത് നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റും. ബീഫൊന്നും ഒരു രക്ഷയില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ചുമ്മാ പറയുന്ന പോലെ അല്ല. അപ്പോൾ പൊറാട്ടയുടെ ആ ഒരു ടേസ്റ്റും പൊറാട്ടയും മീൻ മുളകിട്ടതുമാണ് ഞാനിപ്പോൾ കഴിച്ചത്. മസാല ഉണ്ട്, പുട്ടിരിക്കും കേട്ടോ. പുട്ട് കഴിക്കാം. അതിന് മുന്നേ നമുക്കിവിടെ കാട, ഇത് മീൻ, ഇത് മീനാണ്, പൊടിമീനാണ്. പൊടിമീൻ സൂപ്പർ പൊടിമീനാണ്. എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞതുപോലെ കൂന്തലുണ്ട്. പിന്നെ നമ്മൾ കൂന്തലും ബീഫും ചിക്കനും മസാലകളാണ്. നേരത്തെ പറയും കുരുമുളകാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അത് സ്റ്റൈലാണ്. നമുക്ക് കുരുമുളകിൻ്റെ ഒരു ഇത് ഫ്ലേവർ ഇതിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ എരിവ് ഭയങ്കരമായിട്ട് നന്നായിട്ട് ടേസ്റ്റി എരിവാണ് നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റുന്നത്. എന്തായാലും ഗംഭീരമാണ്. ആ കൂന്തലെന്ന് കഴിച്ചോ. അതെനിക്ക് നേരത്തെ കൂന്തൽ കുറച്ച് കിട്ടിയിരുന്നു. കുറച്ച് കഴിച്ചോ. സൂപ്പർ. കൂന്തലിൻ്റെ ഫ്ലേവർ ഇതിൻ്റെ കൂടുതൽ തക്കാളിയുടെയും പെപ്പറിൻ്റെ കൂടി ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വന്നിട്ടുണ്ട്. എന്തായാലും ചേട്ടൻ പുട്ടുപൊടി തന്നിട്ടുണ്ട്. കഴിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടോ നോക്കട്ടെ. ഗ്യാപ്പിനനുസരിച്ച് ഞാൻ കഴിക്കാം. ഇതിൽ ഒരുപാട് വിഭവങ്ങൾ ഇനിയുണ്ട്. ഇതിപ്പോൾ ഈ കോവിഡ് ആയതുകൊണ്ടാണ് ഇവർ വിഭവങ്ങൾ കുറച്ചിട്ട്. അല്ലാത്ത സമയത്ത് ഇഷ്ടം പോലെ വിഭവങ്ങളാണ് ഇവിടെ. അതിലിവർ നമ്മുടെ ഈ ഡിഷസിനൊപ്പം കൊടുക്കുന്നത് പൊറാട്ട, അതുപോലെ വെള്ളപ്പം, നൂൽപുട്ട്, പുട്ട്, ദോശ തുടങ്ങി വെറൈറ്റി സംഭവങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നേരത്തെ ഒരു കാട ഉണ്ട് കേട്ടോ. കാടയുടെ കാര്യം പറഞ്ഞിട്ട് കാട ഇറച്ചി ഇവിടെ കൊടുക്കുന്നുണ്ട്, കാട പൊരിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് കഴിച്ച് നോക്കട്ടെ. ഈ കഴിച്ച ശേഷം ഞാൻ പറയാം. നമ്മൾ ഈ വിഭവങ്ങൾക്ക് പുറമെ ഇവിടെ നല്ല മീൽസ് കിട്ടും. നല്ല ചോറ്, തുമ്പപ്പൂ എന്ന് പറഞ്ഞുള്ള ചോറ്, അത്തരത്തിലുള്ള വെജിറ്റേറിയൻ ഡിഷസ് ആയിട്ട് അത് വേറെ റൈറ്റ് ഉണ്ട്. നമുക്കിങ്ങനെ മീനിനെ കഴിക്കുമ്പോൾ ചോറിന് കഴിക്കുമ്പോൾ മീൻ കൂട്ടാൻ വേണം. മീൻ കൂട്ടാൻ റെഡിയാണ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ബീഫ് കഴിക്കാം ചോറിൻ്റെ കൂടെ, അതും റെഡിയാണ്. നല്ല ചോറും ഇവിടെ കിട്ടും. പിന്നെ പ്രത്യേകം ഞായറാഴ്ചയാണ്, നല്ല പാലട പായസം ഇവിടെ കിട്ടും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഞായറാഴ്ച ഇവിടെ പാലട പായസം റെഡിയാണ് എപ്പോൾ വന്നാലും. അതൊരു പാക്ക് ചെയ്ത് ഒരു കൊടുക്കും. 150 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. കുഞ്ഞ് റേറ്റ് മാത്രമേ ഉള്ളൂ. 150 രൂപയാണ് നമ്മൾ പാഴ്സലിന് ഒരു ലിറ്ററിന് അവർ ഈടാക്കുന്നത്. അത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ കേരളക്കരയിലെ എല്ലാ മലയാളികളും, ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാവരും, ഇത് നമ്മുടെ കരിമ്പുഴ പാലത്തിനടുത്തുകൂടെ നേരെ ആറ്റാശ്ശേരി റോഡുണ്ട്. ആ റോഡിന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞാൽ എരിവും പുളിയും എവിടെയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും ഒരാൾ പറഞ്ഞുതരാതിരിക്കില്ല. അത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ എത്താൻ കഴിയും. ഞാനിങ്ങനെ സംസാരിച്ചിട്ടേ ഭക്ഷണം കഴിക്കാൻ വേണം. പൊടിമീനെ കണ്ടല്ല, അതിൻ്റെ ടേസ്റ്റ്
ഇനി ഇവിടെ ഞണ്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഞണ്ട് കിട്ടണമെങ്കിൽ ഈ കോവിഡും കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടണം. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ ഞണ്ട് മറ്റുള്ള മത്സ്യത്തിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അത് കിട്ടുകയുള്ളൂ. കൊടുമീനൊന്നും ഒന്നും പറയാനില്ല, ഗംഭീരമാണ്. All you ladies pop your pussy like this. Shake your body, don't stop, don't miss. All you ladies pop your pussy like this. Shake your body, don't stop, don't miss. All you ladies pop your pussy like this. Shake your body, don't stop, don't miss. All you ladies pop your pussy like this. Shake your body, don't stop, don't miss. Just